എനിക്കൊരു സ്മാർട്ട് വാച്ച് വേണം. കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്കായിരിക്കണം. മുകളിലെ ഗ്ലാസും അതേപോലെ ഒരു അലുമിനിയം ഫ്രെയിമും ഒക്കെ ഉള്ളൊരു പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള വാച്ച് ആയിരിക്കണം. വലിയൊരു ഡിസ്പ്ലേ വേണം, അതും നല്ല കളറായിട്ടുള്ള ഡിസ്പ്ലേ. എന്നാൽ ഈ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് അധികം പൈസ ഒന്നും മുടക്കാൻ പറ്റില്ല. ഒരു 5000 രൂപ മാത്രമേ എൻ്റെ ബഡ്ജറ്റുള്ളൂ. എൻ്റെ പഴയ വീഡിയോസിലെല്ലാം ഞാൻ ഈ ഒരു ആപ്പിൾ വാച്ച് കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. എത്ര പേര് നോട്ടീസ് ചെയ്തെന്നറിയില്ല. ഈ വീഡിയോയിൽ ഞാൻ കെട്ടിയിരിക്കുന്ന ആപ്പിൾ വാച്ച് അല്ല, മറിച്ച് നോയ്സിൻ്റെ ColorFit Ultrയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സ്പെസിഫിക്കേഷൻസും അതിലും കുറച്ചുകൂടി കൂടുതലും നിങ്ങൾക്ക് വെറും 4499 രൂപയ്ക്ക് ആമസോണിലും ഗോനോയ്സിലൂടെയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു നോയ്സിൻ്റെ ColorFit Ultrയാണ് വിശദമായിട്ട് ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നമ്മൾക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നോയ്സ് ColorFit Ultrയുടെ ബോക്സ്. അപ്പോൾ ടോപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ പടം കാണാൻ പറ്റുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ഡിസൈൻഡ് ഇൻ ഇന്ത്യ എന്നും ലെഫ്റ്റ് സൈഡിൽ ലിസൺ ടു ദ നോയ്സ് വിത്തിൻ എന്നും എഴുതിയിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ ഈ വാച്ചിൻ്റെ കുറേയധികം ഫീച്ചേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ 1.7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് കിട്ടുന്നത്. 320x385 പിക്സൽസിൻ്റെ റെസൊല്യൂഷൻ ഉണ്ട്. അതേപോലെ അലുമിനിയം അലോയ് ബോഡിയാണ്. ബ്ലഡ് ഓക്സിജൻ മോണിറ്ററിംഗ് ഉണ്ട്. കോൾസ് ആൻഡ് SMS ക്വിക്ക് റിപ്ലൈ ഉണ്ട്. പിന്നെ 60 സ്പോർട്സ് മോഡ്സ് ഇതിനകത്തുണ്ടെന്ന്. 9 ഡേ ബാറ്ററി ലൈഫും അതേപോലെ IP68 വാട്ടർ പ്രൂഫും ആനിമേറ്റഡ് വാച്ച് ഫേസുകളുണ്ട് എന്നും എഴുതിയിട്ടുണ്ട്. തൊട്ടടിയിൽ തന്നെ നമുക്ക് ഈ ഒരു വാച്ചായിട്ട് പെയർ ചെയ്യേണ്ട നോയ്സ് കിറ്റ് ആപ്ലിക്കേഷൻ്റെ QR കോഡാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആപ്പ് സ്റ്റോറിലും അതേപോലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ നമുക്കൊരു കമ്പാർട്ട്മെൻ്റ് അകത്ത് ഇതിൻ്റെ യൂസർ ഗൈഡും അതേപോലെ വാറണ്ടി കാർഡൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ വാച്ച് ഇരിപ്പുണ്ട്. ഇനി വാച്ചിൻ്റെ അടിയിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ നമുക്കിതിൽ ചാർജ് ചെയ്യാനായിട്ടുള്ള മാഗ്നറ്റിക് ചാർജിങ് കേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് വാച്ചിൻ്റെ ഫിസിക്കൽ ഓറിയോ നോക്കാം. നോയ്സിൻ്റെ ColorFit Ultra ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് പ്രീമിയം ഫീൽ കൊണ്ടുവരാനായിട്ടാണ് മാക്സിമം ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ശരിക്കും ഒരു നല്ല പ്രീമിയം വാച്ചിൻ്റെ ഒരു ലുക്ക് തന്നെ വരുന്നുണ്ട്. അതായത് മുകളിലുള്ള ആ ഒരു ഡിസ്പ്ലേയുടെ ഗ്ലാസ് കർവ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ്, അതുപോലെ തന്നെ കുറച്ചുകൂടെ വലുതുമാണ്. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ പവർ ബട്ടൺ കാണുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വേറെ ഒന്നുമില്ല. ഇനി ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5.1 ആണ്. നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ പുറകിൽ വായിച്ച കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ SpO2 സെൻസറും അതേപോലെ തന്നെ ഹാർട്ട് റേറ്റ് സെൻസറും കാണാൻ പറ്റുന്നുണ്ട്. താഴെ നമുക്ക് 2 ചാർജിങ് പിന്നുകളും കാണാൻ പറ്റുന്നുണ്ട്. ഇനി സ്ട്രാപ്പിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ മറ്റ് ColorFit വാച്ചുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ക്വാളിറ്റിയിലും അതേപോലെ തന്നെ തൊടുമ്പോഴുള്ള ആ ഒരു ഫീലും വ്യത്യാസമുണ്ട്. ഇതിൽ കുറച്ചുകൂടി എന്താ പറയുക, നേരത്തെ ഉള്ളതിൽ ഒരു മാറ്റ് ഫിനിഷ് കൂടുതലായിരുന്നു. ഇത് കുറച്ചുകൂടി റബ്ബറി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാച്ച് പവർ ഓൺ ചെയ്യാം. ഈ വാച്ചിൻ്റെ ബോഡി വന്നിരിക്കുന്നത് 6061 ഗ്രേഡിലുള്ള അലുമിനിയം അലോയ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ കയ്യിലെടുക്കുമ്പോൾ ഒരു ചെറിയൊരു വെയിറ്റ്, ഒരു പ്രീമിയംനെസ്സിൻ്റെ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഒരു 320x385 പിക്സൽസ് വരുന്ന ഒരു കളർ LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഡിസ്പ്ലേയിൽ കളർ എന്ന് പറയുന്നത് നോയ്സിൻ്റെ ColorFitൻ്റെ മറ്റ് വാച്ചുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റിൽ നോയ്സ് വരുത്തിയിരിക്കുന്നത്. കളർ റിപ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അതേപോലെ നമ്മൾ അടുത്ത് വെച്ച് നോക്കുമ്പോൾ പിക്സലേറ്റഡ് ആയിട്ടുള്ള ഫീൽ ഒന്നും തന്നെ വരുന്നില്ല. ഇനി ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലും യാതൊരു പ്രശ്നവുമില്ല. 5 ബ്രൈറ്റ്നസ് ലെവലുകളാണ് ഈ ഒരു വാച്ചിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പൊതുവേ നോയ്സ് വാച്ചിൽ കാണുന്ന പോലെ 3 ലെവലല്ല, ഇതിൽ 5 ലെവലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇൻട്രാക്ഷൻസിലേക്ക് പോകാം. വാച്ചിൻ്റെ ഇനിഷ്യൽ സ്ക്രീനിലിരിക്കുമ്പോൾ നമ്മൾ മുകളിൽ നിന്നും താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള നോട്ടിഫിക്കേഷൻസ് അതേപോലെ SMS അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റും. അതേപോലെ നമ്മൾ താഴെ നിന്നുമാണ് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ചെറിയ കൺട്രോൾ സെൻറ്റർ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ആപ്പിൾ വാച്ചിൻ്റെ അല്ലെങ്കിൽ വാച്ച് ഓയിസിനെ ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കാരണം അതേപോലത്തെ ടോഗിൾസ് ആണ്. ബാറ്ററി പെർസെൻറ്റേജ് കാണാൻ, പിന്നെ ഫൈൻഡ് മൈ ഫോൺ, എയർപ്ലെയിൻ മോഡിലേക്ക് ഇടാൻ, ഡു നോട്ട് ഡിസ്റ്റർബ്, സെറ്റിങ്സ് എന്നിങ്ങനത്തെ കാര്യങ്ങളും പിന്നെ വാച്ചിലെ ബാറ്ററി എത്രയുണ്ട് എന്നുള്ള കാര്യവും കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒക്കെ സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്തുള്ള വേരിയസ് ഫീച്ചേഴ്സ് കാണാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഫങ്ഷണാലിറ്റീസ് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡിൽ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്യണം.
സൈഡിൽ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് കാണാം. ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനായിട്ട് ആക്ടിവിറ്റി ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം എത്ര നേരം നിന്നു, എത്ര നേരം നടന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം മെഷർ ചെയ്യും. ഇനി അടുത്ത വർക്കൗട്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ആക്ച്വലി 60 വർക്കൗട്ട് മോഡ്സ് ആണുള്ളത്. ഇതെല്ലാം കാറ്റഗറീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റണ്ണിങ്, സ്പോർട്സ്, സൈക്ലിംഗ്. ഇപ്പോൾ റണ്ണിങ്ങിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് കുറേ ഉണ്ട്. അതേപോലെ സൈക്ലിംഗ് ഉണ്ട്. പിന്നെ അതിനകത്ത് തന്നെ വേറെയും ഇൻഡോർ സ്പോർട്സ്, ഔട്ട്ഡോർ സ്പോർട്സ്, സ്നോ സ്പോർട്സ്, അങ്ങനെ മൊത്തം 60 വർക്കൗട്ട് മോഡുകളാണ് ഈ ഒരു വാച്ചിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് നമുക്ക് SpO2 സെൻസർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബ്ലഡ് ഓക്സിജൻ ലെവൽ മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിനകത്ത് ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ റിയൽ ടൈം ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും നമുക്ക് അവൈലബിൾ ആണ്. സോ 24/7 ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് നിങ്ങൾക്ക് ആപ്പ് വഴി ഇതിൽ എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിനകത്ത് സ്ലീപ്പ് ട്രാക്കിംഗ് ഉണ്ട്. അപ്പോൾ എത്ര നേരമാണ് നമ്മൾ ഉറങ്ങിയത് എന്നുള്ള കാര്യവും പിന്നെ REM സ്ലീപ്പും നമുക്ക് ഇതിനകത്ത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ യോഗ, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാനായിട്ട് ബ്രീത്ത് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും ഇതിനകത്തുണ്ട്. ഇനി ഇതിനകത്ത് വെതർ ഉണ്ട്. ഇതിനകത്ത് വെതർ ആക്ച്വലി കുറച്ച് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ആ ഒരു കളർ സ്കീമും അതേപോലെ ആ ഒരാഴ്ചത്തെ വെതർ എങ്ങനെയാണ്, ഇപ്പോൾ റെയിനി ആണോ സണ്ണി ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ അടുത്ത നമുക്ക് മ്യൂസിക് കൺട്രോൾസ് ആണ്. അപ്പോൾ പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും നെക്സ്റ്റും പ്രീവിയസും അതേപോലെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം വാച്ചിൽ നിന്ന് തന്നെ സാധിക്കും. ഇനി അടുത്ത് നമുക്ക് റിമൈൻഡേഴ്സ് ആണ്. നമുക്ക് എന്തെങ്കിലും റിമൈൻഡറുകൾ വെക്കണമെങ്കിൽ വാച്ചിലൂടെ വയ്ക്കാം. പിന്നെ നമുക്ക് സ്റ്റോപ്പ് വാച്ച്, അലാറം എന്നിങ്ങനത്തെ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേൾഡ് ക്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു വേൾഡ് ക്ലോക്ക് ഓപ്ഷൻ വഴി നമുക്ക് കുറേയധികം ക്ലോക്കുകൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും വേൾഡിലുള്ള. ഇനി നമ്മൾക്ക് വാച്ച് ഫേസുകളാണ് വരുന്നത്. ഇതിലൂടെ നമുക്ക് വാച്ച് ഫേസിൽ പോകാം. അല്ല എന്നുണ്ടെങ്കിൽ ഹോം സ്ക്രീനിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലും വാച്ച് ഫേസിൻ്റെ ആ ഒരു സ്ക്രീനിൽ പോകാം. അപ്പോൾ ഈ ഒരു വാച്ച് ഫേസുകൾ ജസ്റ്റ് റൈറ്റിലോ ലെഫ്റ്റിലോ ഒക്കെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻബിൽഡായിട്ട് കുറേയധികം വാച്ച് ഫേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചില വാച്ച് ഫേസുകൾ ആനിമേറ്റഡും കൂടെയാണ്. ഇനി അഥവാ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വാച്ച് ഫേസ് വെക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് സാധിക്കും. അത് നമുക്ക് ആപ്പിൽ നോക്കേണ്ടി വരും. കാരണം ആപ്പിലാണ് കുറേയധികം വാച്ച് ഫേസുകൾ ഇതിൻ്റെ കൂടെ ഉള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി നിങ്ങൾ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രത്യേകം സ്റ്റോക്കൊക്കെ ട്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് വഴി ഇതിൽ സ്റ്റോക്സ് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ ടൈം ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് സ്ട്രെസ് മോണിറ്ററിംഗ് ഉണ്ട്. പിന്നെ ഫ്ലാഷ് ലൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് സ്ക്രീൻ ആക്ച്വലി ഫുള്ളും വെള്ളയായിട്ട് നല്ല ഹൈ ബ്രൈറ്റ്നസ്സിൽ വരുന്ന ഒരു മോഡാണ്. ജസ്റ്റ് നമ്മുടെ വാച്ച് ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഇനി സെറ്റിംഗ്സിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്രൈറ്റ്നസ് കൺട്രോൾസ് കാണാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 ബ്രൈറ്റ്നസ് മോഡുകളാണ് മൊത്തത്തിലുള്ളത്. അതുപോലെ തന്നെ ഈ വാച്ചിൽ വൈബ്രേഷൻ വരും. ഇപ്പോൾ കോളും നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വൈബ്രേഷൻ വരും. ആ ഒരു വൈബ്രേഷൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കിതിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ഫീച്ചർ എനിക്ക് തോന്നുന്നില്ല വേറെ വാച്ചുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. എന്തായാലും അതും ഇതിൽ നല്ലൊരു കാര്യമാണ്. ഇനി അതേപോലെ റിസ്റ്റ് അവേക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതായത് കൈ പൊക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ ഓൺ ആവുന്നൊരു ഓപ്ഷനാണ്. പിന്നെ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്. അതേപോലെ നമുക്ക് ആപ്പിൻ്റെ QR കോഡും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാച്ച് റീബൂട്ട് ചെയ്യാനോ പവർ ഓഫ് ചെയ്യാനോ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാമാണ് നമുക്ക് വാച്ചിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതുമായിട്ട് പെയർ ചെയ്യേണ്ട ആപ്ലിക്കേഷനെ പരിചയപ്പെടാം. അപ്പോൾ നോയ്സ് ഫിറ്റ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇതിനകത്ത് നമ്മൾ വാച്ചിൽ കണ്ട എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കാണാനായിട്ട് പറ്റും. നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര മണിക്കൂർ ഉറങ്ങി, ഡിസ്റ്റൻസ് എത്രയാണ്, ഹാർട്ട് റേറ്റ് എത്രയാണ്, ബ്ലഡ് ഓക്സിജൻ, എല്ലാ കാര്യങ്ങളും ഇത് വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോയ്സ് സർവ എന്ന് പറഞ്ഞൊരു യോഗ ആപ്ലിക്കേഷനായിട്ട് പാർട്ട്ണർഷിപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ട്ണർഷിപ്പിലൂടെ ഇപ്പോൾ നോയ്സ് ആപ്ലിക്കേഷൻ നമുക്ക് നോയ്സ് ഹെൽത്ത് എന്ന് പറഞ്ഞ പ്രത്യേക സെക്ഷൻ കാണാം. ഇതിനകത്ത് ആക്ച്വലി നമ്മുടെ മൈൻഡിൻ്റെയും ബോഡിയുടെയും വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേയധികം എക്സസൈസ്, പിന്നെ യോഗ സീരീസ്, അതുപോലെ തന്നെ മെഡിറ്റേഷൻ സീരീസ്, മെഡിറ്റേഷൻ മ്യൂസിക്കുകൾ, ഇമോഷണൽ ഹീലിംഗ്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ വെൽബീയിങ്ങിനായിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ നമ്മുടെ ആക്ടിവിറ്റീസ് മെഷർ ചെയ്യാം. പിന്നെ വാച്ച് ഫേസുകൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതിനകത്ത് വാച്ച് ഫേസുകളുടെ കുറേ അധികം ഓപ്ഷൻസും കുറേ ഗാലറീസും ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസ് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഫോട്ടോസ് വെക്കണമെങ്കിൽ ആ ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് സെറ്റിങ്സ് ആണുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ വാച്ചിൻ്റെ പേരെന്താണ്, ഇതിൻ്റെ കറണ്ട് ബാറ്ററി പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കാനും, പ്രത്യേക ആപ്ലിക്കേഷൻ്റെ മാത്രം നോട്ടിഫിക്കേഷൻ മതിയെങ്കിൽ അത് ഓൺ ആക്കാനും, പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് റാപ്പിഡ് ആയി മൂവ്മെൻറ്റ് മെഷർ ചെയ്യണമെങ്കിൽ, ഇല്ലെങ്കിൽ ഗൂഗിൾ ഫിറ്റായിട്ട് സിങ്ക് ചെയ്യണമെങ്കിൽ, ഐഡിയൽ അലേർട്ട്, ഓട്ടോമാറ്റിക് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ക്യാമറ ഷട്ടർ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് ജസ്റ്റ് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ക്യാമറ വഴി ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നൊരു ഓപ്ഷനാണ്. പിന്നെ ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് റിമൈൻഡ് ചെയ്യണമോ എന്നുള്ള കാര്യങ്ങളും
പിന്നെ നമുക്ക് വെതറിൻ്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതിനകത്ത് ക്വിക്ക് റീപ്ലേസ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കോൾ അല്ലെങ്കിൽ SMS വരുമ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാനായിട്ട് പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ബൈ ഡീഫോൾട്ട് ആയിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് വേണമെങ്കിൽ അതെല്ലാം നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇനി എന്തായാലും ഈ ഒരു മെസ്സേജ് ഇവിടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് അത് ആക്ഷനിൽ കാണാം. ഇപ്പോൾ എൻ്റെ വാച്ചിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോൾ എനിക്ക് മ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്യാം. അല്ലാതെ മൂന്നാമത്തെ ഒരു ഓപ്ഷനായിട്ട് നമുക്കിതിനെ റിപ്ലൈ ചെയ്യാം. റിപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ആരോ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്ത് വെച്ച റിപ്ലൈസ് എല്ലാം ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിപ്ലൈ നമുക്ക് ആ ഒരു വ്യക്തിക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ക്വിക്ക് റിപ്ലൈസ് എന്നാണ് ഈ ഒരു ഓപ്ഷന് പറയുന്നത്. വളരെ നല്ലൊരു ഫീച്ചറാണ്. കാരണം നമ്മൾ കോൾ കട്ടും അതേപോലെ മ്യൂട്ടും ചെയ്യുന്നതിന് മാത്രമല്ല റിപ്ലൈസും കൊടുക്കാനായിട്ട് പറ്റും. ഇത് കോളുകൾക്കും അതേപോലെ SMSകൾക്കുമാണ് പറ്റുന്നത്. ഇനി ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഇതിനകത്ത് മാഗ്നറ്റിക് ചാർജറാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വാച്ചിൻ്റെ ബാക്കിലുള്ള ആ ഒരു 2 പിന്നിൽ നമ്മുടെ ഈ ഒരു ചാർജിങ് കേബിൾ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒട്ടിപ്പിടിക്കുന്ന ചാർജറാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാർജിങ് ആനിമേഷനും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു 1 to 1.5 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. കാരണം 300 mAh ബാറ്ററിയാണ് വരുന്നത്. ഇനി ഇത് വൺസ് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം പ്രാക്ടിക്കൽ യൂസിൽ ഒരു 7 മുതൽ 8 ദിവസം വരെയാണ് കിട്ടുന്നത്. കമ്പനി 9 ദിവസം ക്ലെയിം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓട്ടോമാറ്റിക് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് അല്ലെങ്കിൽ 24/7 റിയൽ ടൈം മോണിറ്ററിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 7-8 ദിവസമൊക്കെ കിട്ടും. അല്ല നോർമലായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 9 ദിവസം മേ ബി 10 ദിവസം വരെയൊക്കെ കിട്ടാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ നോയ്സിൻ്റെ കളർഫിറ്റ് അൾട്ര? നോയ്സിൻ്റെ പഴയ സ്മാർട്ട് വാച്ചുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റിയിലും ഡിസൈനിലും ഡിസ്പ്ലേ ക്വാളിറ്റിയിലും എല്ലാത്തിലും ശരിക്കും കസ്റ്റമർ ഫീഡ്ബാക്ക് കേട്ടിട്ട് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിരിക്കുന്ന മോഡലാണ് ഈ ഒരു കളർഫിറ്റ് അൾട്ര. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 4499 രൂപയ്ക്കാണ് ആമസോണിലും അതേപോലെ ഗോ നോയ്സിലും ഇത് അവൈലബിൾ ആയിട്ടുള്ള ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.